മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും കൂട്ടരുമെല്ലാം ദർശനമെല്ലാം കഴിഞ്ഞ് മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ഷീണം കാരണം കുറച്ച് സമയത്തേക്ക് ഒരിടത്തിരിക്കുകയാണ്. അപ്പോഴേക്കും കണ്ണനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്, ഇതിൻ്റെ പിറകിലാ മേഘനാഥനും കരുണയുടെ അച്ഛനും തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഈ കാനന പാതയിലും അവർ നമ്മളെ ഫോളോ ചെയ്തെങ്കിൽ അവരെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. ഇതിന് തക്കതായ ഒരു ശിക്ഷ മേഘന് കൊടുത്തില്ലെങ്കിൽ സാറിനെ ഒരിക്കലും നല്ല രീതിയിൽ ജീവിക്കാൻ അവൻ അനുവദിക്കില്ല, കൂടാതെ സാഗറിനെയും എന്ന് മാർക്കോ പറയുന്നുണ്ട്. സ്വത്തുക്കളുടെ പുറത്താണ് ഇപ്പോൾ ബന്ധങ്ങളെല്ലാം എന്ന് കണ്ണൻ പറയുമ്പോഴേക്കും അതൊന്നും ആഗ്രഹിക്കാത്ത കുറച്ച് പേർ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നാൽ അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യണം, അതാണ് നിങ്ങളെല്ലാവരും എൻ്റെ മഹിം എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും വളരെ സന്തോഷമാകുകയാണ്. പിന്നീട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ പ്രതാപ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപൻ്റെ അടുത്ത് വരികയും പ്രതാപൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ മേഘനെ വിളിച്ചതേ ഉള്ളൂ, അവരൊന്നും വിവരം അറിയിച്ചിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞതെന്നെല്ലാം പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇത്തവണയും എന്തെങ്കിലും നടക്കുമോടാ, ഈ പറയുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ എൻ്റെ മോളുടെ മുഖം ഒന്ന് ചിരിച്ചു കാണുകയുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ്റെയും മഹിയുടെയും നാശത്തിന് വേണ്ടി തന്നെ ദുർഗയും കരുണയുമാണെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം വരണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ദുർഗയാണെങ്കിൽ ഒരു തേങ്ങ ഉടക്കുന്നുണ്ട് അമ്പലത്തിൽ, എന്നിട്ട് നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. കരുണയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ചിരിച്ച എല്ലാവർക്കും തിരിച്ചടി നൽകണേ ദൈവമേ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. ദുർഗയും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന ആ സാഗറിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടണേ, അവനും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോണേ എന്നൊക്കെ തന്നെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് കരുണ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ചിരിച്ച കൂട്ടത്തിൽ എൻ്റെ അമ്മയും കൂടെയുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും നല്ല തിരിച്ചടി തന്നെ കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്നെല്ലാം പറയുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, മോളെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കും, ഇനി അവളുടെ കണ്ണീരാണ് നമുക്ക് കാണാൻ കഴിയുക എന്നെല്ലാം പറഞ്ഞ് കരുണയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മഞ്ജുവിൻ്റെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അമ്മയെ, ആ പൊടി കഴിച്ചിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ, അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് തന്നെ മഞ്ജുവിനെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ദുർഗയോട് പറയുമ്പോൾ ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിൻ്റെ ഫോണിലോട്ട് ദുർഗ വിളിക്കുന്നുണ്ട്. അതേസമയം മഞ്ജുവിൻ്റെ ഫോൺ റിങ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മഹി പറയുന്നുണ്ട്, എന്താണെങ്കിലും അമ്മയാണ് നിന്നെ വിളിക്കുന്നത്, കാര്യങ്ങളെല്ലാം നീ നന്നായിട്ട് തന്നെ പറഞ്ഞു എന്ന് മഹിയാണെങ്കിൽ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ ചോദിക്കുന്നുണ്ട്, മോളെ എന്ത് വിശേഷം, നീ എന്തെടുക്കുകയാണ്, ചോറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, അമ്മ എൻ്റെ വയറിന് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്, ഞാൻ അതുകൊണ്ട് കിടക്കുകയായിരുന്നു എന്നെല്ലാം പറയുമ്പോഴേക്കും ദുർഗയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴേക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. ആ മരുന്ന് ഫലിച്ചല്ലോ എന്നോർത്ത് ദുർഗയാണെങ്കിൽ വളരെയധികം സന്തോഷിക്കുന്നു. മോളെ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ അമ്മയെ വിളിക്കാൻ മടിക്കരുത്, അമ്മ വന്ന് മോളെ എന്താണെങ്കിലും ചെയ്തു തരാമെന്നെല്ലാം പറയുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, ശരി അമ്മയെ, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മേനെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അതേസമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനി വിളിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെയായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. കുഞ്ഞ് അബോഷനായി പോയെന്ന് കേൾക്കുമ്പോഴേക്കും അമ്മയ്ക്കും കരുണയ്ക്കുമാണെങ്കിൽ വളരെ സന്തോഷമാകുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, ശരി ഏട്ടത്തി, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, അവരുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഇതുകൊണ്ട് കിട്ടുമെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് മേഘനാഥനെയാണ് കാണിക്കുന്നത്. മേഘനാഥനാണെങ്കിൽ മലയ്ക്ക് പോയിട്ടുള്ള 2 അയ്യപ്പ ഭക്തന്മാർ കൊക്കയിൽ വീണു മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അത് കണ്ണനും ആ മാർക്കോയും തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെയധികം അട്ടഹസിക്കുകയാണ് മേഘൻ. ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ലല്ലോ എന്നോർത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് മേഘൻ. മേഘൻ്റെ ഈ ചിരിയും ഒച്ചയും എല്ലാം കേട്ടുകൊണ്ട് തന്നെ അങ്ങോട്ട് നമ്മുടെ വാമദേവൻ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് വട്ടായോ, നിൻ്റെ ചിരി എവിടെ കേൾക്കാമെന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. പിന്നീട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മേഘനാഥൻ വാമദേവനോടായിട്ട് പറയുന്നത്, അച്ഛൻ അറിഞ്ഞോ 2 അയ്യപ്പ ഭക്തന്മാർ കൊക്കയിൽ വീണു മരിച്ചു, അത് മാർക്കോയും കണ്ണനുമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട്, അതൊന്നും ഉറപ്പിക്കാൻ വരട്ടെ, ആദ്യം കാര്യങ്ങൾ എന്താണെന്ന് അറിയാത്ത നീ ഒന്നും പറയേണ്ട കാര്യമില്ല മേഘനാഥ, നിനക്ക് ചുമ്മാ അതൊക്കെ തോന്നുന്നതായിരിക്കും, അത് അവർ തന്നെയാണോ ഇല്ലയെന്നറിയാതെ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇനി അറിയാനില്ല അച്ഛാ, അതൊക്കെ അവന്മാർ തന്നെയാണ് മരിച്ചത്, കാരണം കണ്ണൻ്റെ കാർ അതിലേ പോയത് ഈ വാർത്തയിൽ പറയുന്ന അതേ സ്ഥലത്തു കൂടെ തന്നെയാണ്, അത് ഗുണ്ടകൾ എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനിയൊന്നും സംശയിക്കാനില്ല, അവന്മാർ തന്നെയാണ് ഈ മരിച്ചതെന്ന് പറയുന്നുണ്ട്.
പിന്നീട് മേഘനാഥനാണെങ്കിൽ വാമദേവനോടായിട്ട് ഇവർ മരിച്ച കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും വളരെ സന്തോഷമാകുന്നുണ്ട് പ്രതാപന്. പ്രതാപം പറയുന്നുണ്ട് എൻ്റെ അമ്മയും മോളുമെല്ലാം ഈ ഒരു വിവരം കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുകയാണ്. അവർക്ക് ഈ വിവരം കേൾക്കുമ്പോഴേക്കും അതിയായ സന്തോഷമാകുമെന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട്. ഇനി നമ്മുടെ കാലമാണ് അങ്കിളെ, അവനെ ഇപ്രാവശ്യം അയ്യപ്പ ഭഗവാൻ തുണച്ചിട്ടില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ഈ പ്രാവശ്യം കരുതിയതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ എന്താഗ്രഹിച്ചോ അതാണ് നമുക്കിനി നടക്കാൻ പോകുന്നതെന്ന് ഓർത്ത് വളരെയേറെ സന്തോഷിക്കുകയാണ് മേഘനാഥൻ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.